ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് ഇവിടെ കുറച്ച് ചിക്കൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞായറാഴ്ച വാങ്ങിയതിൽ നിന്ന് കുറച്ച് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്കിന്ന് രാത്രിക്കൊക്കെ ഒരു ചെറിയ കറി ഉണ്ടാക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ക്യാപ്സിക്കം കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് വട്ടത്തിൽ അരിഞ്ഞെടുക്കാം. അപ്പോൾ പിന്നെ പകുതിയേ ഉള്ളൂ കേട്ടോ ഞാൻ എടുക്കുന്നത്, കുറച്ചല്ലുള്ള ഇറച്ചിയുള്ളത്. അപ്പം പകുതി ക്യാപ്സിക്കം എടുക്കുന്നുണ്ട്, പിന്നെ ചെറിയൊരു ഉള്ളിയും കൂടെ കേട്ടോ. അപ്പോൾ അത് ഇതിൻ്റെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് ചെറുതാക്കിയിട്ട് ഒന്ന് മുറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ചിക്കൻ പിന്നെ കൊണ്ടുവന്നപ്പം ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട് എടുത്തതിൻ്റെ ബാക്കി കുറച്ച് ഞാൻ എടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഒരു നേരത്തേക്കുള്ള പൊരിക്കാനോ എന്തെങ്കിലും ആവുമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ എടുത്ത് വെച്ചാണ്. അപ്പോൾ നമുക്കത് രാത്രിക്കൊക്കെ ഉണ്ടാക്കാനാണ് കേട്ടോ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഉള്ളിയും ചെറുതായി വെട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ ക്യാരറ്റും ക്യാപ്സിക്കം ഉള്ളിയൊക്കെ അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കറി വെക്കുന്നത് വെച്ചാൽ എൻ്റേതായ ഒരു സ്റ്റൈലിലാണ് കേട്ടോ. അതിന് പ്രത്യേകിച്ച് പേരോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ വെച്ച് ട്രൈ ചെയ്ത് നോക്കുകയാണേ. അപ്പോൾ എല്ലാം വെട്ടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കോഴി ഇറച്ചി ഇതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് കറി വെക്കാനുള്ള പരിപാടി നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചട്ടി ആദ്യം അടുപ്പത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് മല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്, പച്ചമല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെയുള്ള മസാലയാണ് കേട്ടോ അത്. അപ്പോൾ പിന്നെ കുറച്ച് കുരുമുളക്, കുറച്ച് വലിയ ജീരകം, പിന്നെ ചെറിയ ജീരകവും കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മല്ലി കുരുമുളക് ഒക്കെ ഒന്ന് പൊട്ടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് വേണം കേട്ടോ അരച്ചെടുക്കാൻ, അല്ലെങ്കിൽ അരഞ്ഞ് കിട്ടില്ല. അപ്പോൾ നമുക്കതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ മസാലയൊക്കെ നല്ല അരഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഇടേണ്ടത് ഒരു 3 ഏലക്ക, 2-3 ഗ്രാമ്പു, 2 കഷ്ണം പട്ട കേട്ടോ. ഇതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉള്ളി നല്ലൊന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ക്യാരറ്റ് കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞുകൊണ്ട് വേഗം വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ക്യാരറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ മുളക് പൊടിയോ പച്ചമുളകോ ഒന്നും ചേർക്കുന്നില്ല, കുരുമുളക് മാത്രമാണ് കേട്ടോ ചേർക്കുന്നത്. പിന്നെ നമുക്ക് എരിവിന് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ കുരുമുളക് ചേർത്താൽ മതി. അപ്പോൾ നമുക്ക് ഇതിലേക്ക് മസാല ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ മസാല ഒന്ന് നല്ലപോലെ എണ്ണയിൽ വഴറ്റിയെടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്കതിലേക്ക് കുറച്ച് തക്കാളി സോസും കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ തക്കാളി ഇട്ടിട്ടില്ല ഞാൻ. അപ്പോൾ തക്കാളി സോസ് കുറച്ചുകൂടി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ തക്കാളി സോസും പിന്നെ ചില്ലി സോസ് പിന്നെ ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ഇട്ട് കൊടുത്താൽ നന്നാവും. കണ്ടിട്ട് അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തക്കാളി സോസ് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. കുറച്ച് ചിക്കൻ എന്ന് വെച്ചാൽ നമുക്ക് രാത്രിക്കൊക്കെ ഈ വേണ്ട ഭക്ഷണം തിന്നാനുള്ള അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ കൊണ്ടുവരുന്നതിന് അങ്ങനെ കുറച്ച് എടുത്ത് വെക്കുന്നതുകൊണ്ട് ഒരു നേരത്തേക്ക് കൂട്ടാനുള്ളതായിരുന്നു മാത്രം കേട്ടോ. അപ്പോൾ അങ്ങനെ എടുത്ത് വെച്ചതാണ് ഞാൻ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി മസാല അരച്ച ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അധികം വെള്ളമൊന്നും ഒഴിക്കാതെ വെക്കുന്നത്. അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഒരു ഉപ്പിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഒരു നാരങ്ങൻ്റെ ഉണക്ക നാരങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒന്ന് ചിക്കന് ഉള്ളതുകൊണ്ട് എന്തെങ്കിലും പിന്നെ പ്രത്യേകിച്ച് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ യൂട്യൂബിൽ നോക്കുമ്പോൾ ഒക്കെ ഏത് എടുത്ത് നോക്കിയാലും നല്ല അടിപൊളിയാണ് കേട്ടോ സംഭവം റെസിപ്പിയൊക്കെ. പക്ഷേ ഓരോന്നും നോക്കുമ്പോൾ ഓരോന്നിന് ഓരോ സാധനങ്ങൾ നമ്മളടുത്ത് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാത്തിനും കുറേശ്ശെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇതിന് പേര് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക്
ക്യാരറ്റ്, ക്യാപ്സിക്കം, ചിക്കൻ എന്നൊക്കെ വേണമെങ്കിലോ അല്ലെങ്കിൽ പെപ്പർ ചിക്കനോ എന്ത് വേണമെങ്കിലൊക്കെ പേര് ഇടാം കേട്ടോ. നമ്മളായിട്ട് ഓരോ ഡിഷ് കണ്ടുപിടിക്കുകയെന്ന്. അപ്പോൾ അതിനൊരു പേര് പ്രത്യേകിച്ചൊന്നും പറയാനൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മളെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്യാരറ്റൊക്കെയാണ് അധികം കാണുന്നത്, ചിക്കൻ കുറച്ച് കമ്മിയാണ് കേട്ടോ. എന്നാലും ഞങ്ങൾക്ക് രാത്രിക്കൊക്കെ ഒരു നേരത്തേക്കുള്ള കറിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിന്നിങ്ങനെ ചിക്കൻ കറീൻ്റെയൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചിക്കൻ ഷവായി ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ കണ്ടു കേട്ടോ. അപ്പോൾ ഇനി ഒരു ദിവസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കുമ്പോഴല്ലേ എല്ലാം അറിയാം. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ട്. മസാലകളൊക്കെ ഇന്ന് ഞാൻ കണ്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു ദിവസം ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.